ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് മെഹറിൻ ഷാമീറിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഫറ അവളെ സ്വീകരിച്ചിരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വന്നത് എന്ന്. ഷാമീറിന്റെ കൂടെ ലഞ്ച് പ്ലാൻ ചെയ്തിരുന്നല്ലോ എന്ന്. അപ്പോൾ മെഹറിൻ പറയുന്നുണ്ട് അവൻ ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല, ഫോണും ഓഫാണ്. ഈ ഇടയായിട്ട് അവന്റെ പെരുമാറ്റം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫറ ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും അവൾക്ക് ഷാമീറിന്റെ കോൾ വരുന്നു. ഞാനും ഫറാസും നിന്റെ വീട്ടിലെത്തിയെന്നും നീ എവിടെയെന്ന് ചോദിച്ചായിരുന്നു അവൻ വിളിച്ചത്. നിന്നെ കാണാത്തോണ്ട് ഞാൻ നിന്നെ അന്വേഷിക്കാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് വന്നതാണെന്ന് മെഹ്റീൻ പറയുമ്പോൾ സോറി, എനിക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു, അതാ ലേറ്റായെന്ന് ഷാമീർ പറയുമ്പോൾ ഓക്കെ ഞാൻ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഫറാസ് ഷമീറിനെ അങ്ങോട്ട് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ്. ഇവിടെ ഷിബ്രയുടെ വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞു വന്നിരിക്കുകയാണ് നർഗീസും സുഹൈബും. നിങ്ങളോട് ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ കിട്ടിയേ മതിയാകുമെന്നും പറഞ്ഞിട്ട് നർഗീസ് തന്റെ കാലിലെ ചെരുപ്പൂരി സഫിയക്ക് കൊടുത്തിട്ട് തന്നെ തല്ലാൻ പറയുകയാണ്. കാര്യം എന്താണെന്ന് ഷിബ്ര ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യം എന്റെ ഭായിയെ കാണണം എന്നിട്ട് പറയാമെന്ന് നർഗീസ് പറയുമ്പോൾ സുലൈമാൻ ഓഫീസിൽ നിന്നും വന്നിട്ടില്ല എന്ന് സഫിയ പറയുന്നു. ശരി, എന്നാ പെട്ടെന്ന് വിളിച്ചിങ്ങോട്ട് വരാൻ പറയും, സുഖേനെ എവിടെയെന്ന് ചോദിച്ച് അവളെ വിളിച്ചുകൊണ്ട് അവർ ഉള്ളിലേക്ക് പോയതും ഷിബ്ര സുഹൈബിനോട് ചോദിക്കുന്നുണ്ട് ആന്റിക്ക് എന്തു പറ്റിയെന്ന്. അറിയില്ല, ഉമ്മാക്ക് എന്തോ ഉൾവിളി കിട്ടിയതാന്ന് അവൻ കള്ളം പറയുന്നു. നർഗീസ് ഓടി വന്ന് സുഖേനയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്, അതും കരഞ്ഞോണ്ട്. ഇനി ഒരിക്കലും തന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായി നിൽക്കാണ് സുഖൈന. ഇനി തന്നെ ആന്റി എന്ന് വിളിക്കണ്ടാന്നു ഉമ്മാന്ന് വിളിച്ചാൽ മതി എന്ന് നർഗീസ് പറയുമ്പോൾ സുഖൈന വിശ്വാസം വരാത്ത പോലെ അവരെ ഉമ്മാന്ന് വിളിക്കുന്നു. ഇതൊക്കെ കണ്ടതും സഫിയക്ക് ആകെ സന്തോഷാവുന്നു. സുലൈമാൻ വന്നിട്ട് മുനവറിനോട് ചോദിക്കുന്നുണ്ട് നീ ഫസൽ ബക്ഷന്റെ ജോലി നോക്കാണോന്ന്. പെട്ടെന്ന് പറയാതെ പോയതല്ലേ എന്ന് മുനവർ പറയുമ്പോൾ അവൻ ലീവ് എടുത്തിട്ട് പോയിരിക്കാന്നും പോയ കാര്യം നടക്കാനൊന്നും പോകുന്നില്ല എന്ന് സുലൈമാൻ പറഞ്ഞതും മുനവറും അതേറ്റ് പിടിച്ചിട്ട് ശരിയാ, അവന്റെ അമ്മായിയപ്പൻ അത്രയ്ക്കും വാശിക്കാരനാ, ഇത് നടക്കാനേ പോകുന്നില്ല എന്ന് അയാൾ പറഞ്ഞതും സുലൈമാൻ മുനവറിനെ സംശയത്തോടെ നോക്കുന്നുണ്ട്. അമ്മായിയപ്പനോ? അയാൾ ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അയാളുടെ ഫോൺ റിങ് ചെയ്യുന്നു. ഷിബ്രായിരുന്നു കോളിൽ. ഉപ്പ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്നും ആന്റി വന്നിട്ടുണ്ടെന്നും അവൾ പറയുമ്പോൾ ശരി, ഞാൻ പെട്ടെന്ന് തന്നെ എത്താനും സുഖേനെ ആന്റിയുടെ അടുത്തേക്ക് അയക്കണ്ടാന്നും ഇനിയും നർഗീസ് എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കത് മെന്റലി ഡിസ്റ്റർബ് ആവുമെന്ന് അയാൾ പറയുമ്പോൾ ഷിബ്ര പറയുന്നുണ്ട് ഉപ്പ ടെൻഷൻ ആവണ്ട, അവർ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, നല്ല ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നതെന്ന് അവൾ പറയുമ്പോൾ അയാൾക്ക് സന്തോഷമാവുന്നു. എന്തു പറ്റി, എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് അയാൾ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, ഉപ്പ പെട്ടെന്ന് വാ, എന്നാലേ എന്താണെന്ന് അറിയാൻ പറ്റുമെന്ന് ഷിബ്ര പറയുമ്പോൾ സുലൈമാൻ പറയുന്നുണ്ട് ഇതിൽ ഫസൽ ബക്ഷന്റെ കൈയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അവനൊരു പണ്ഡിതനാണെന്ന്. ശരി, ഞാൻ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതും ഷിബ്രയുടെ മനസ്സിലേക്ക് ഷാമീർ വരുന്നു. ഇതേ സമയം മെഹറിന്റെ വീട്ടിലിരുന്ന് ലഞ്ച് കഴിക്കാണ് ഷാമീറും ഫറാസും. നാളെ ഷാമീർ ലണ്ടനിലേക്ക് പോകണമെന്ന് ഫറാസ് പറഞ്ഞതും മെഹറിൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ലണ്ടനിലേക്ക് പോകുന്നതെന്നും ഇവിടെ കറാച്ചിയിൽ നിന്നൂടെന്നും. ഞാനും വിചാരിച്ചതാ, പക്ഷേ എന്നും പറഞ്ഞ് ഷാമീർ മിണ്ടാതിരിക്കുമ്പോൾ മെഹറിൻ ഫറാസിനോട് ചോദിക്കുന്നുണ്ട് എന്ത് ഫ്രണ്ടാ നീ, നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ ഫ്രണ്ടിനൊന്നെന്ന്. അപ്പൊ ഫറാസ് പറയുന്നുണ്ട് ഞാൻ കുറെ തവണ പറഞ്ഞതാ വേണ്ട പോകണ്ടെന്ന്, പക്ഷെ ഇവനൊന്നും കേൾക്കുന്നില്ല എന്നും പറഞ്ഞ് നോക്കിയത് ഷാമീറിനെയാണ്. അപ്പോൾ ഷാമീർ അവനോട് എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കുമല്ലോ, അതും കൂടി പറയുമ്പോൾ ഫറാസ് ആകെ ആശയക്കുഴപ്പത്തിലാകുന്നു. ഞാൻ പറയണോ അതോ താൻ പറയുമോ എന്ന് ഫറാസ് ചോദിക്കുമ്പോൾ മെഹറിൻ അവരെ രണ്ടുപേരെയും സംശയത്തോടെ നോക്കുന്നുണ്ട്. ഞാൻ പറയാമെന്നും പറഞ്ഞ് ഷാമീർ മെഹറിനോട് നിന്റെ ഡാഡിക്ക് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ, അങ്ങനെയല്ലാന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം, ഇത് ഞാൻ നിന്നോട് മുമ്പും പറഞ്ഞതാണല്ലോ എന്ന് അവൻ പറയുമ്പോൾ മെഹറിൻ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവും, പക്ഷെ ഇപ്പൊ എൻ്റെ ഡാഡി പറയുന്നത് എന്താണെന്നറിയോ, ഫ്യൂച്ചറിൽ നീ CM ആവുന്നു, പിന്നെ PM ആവുന്നു. ഇത് കേട്ടതും ഫറാസ് ആക്കിയ പോലെ ചുമക്കുന്നുണ്ട്. ഷാമീർ ചിരിയോടെ അവന് വെള്ളം കൊടുക്കുന്നു. പിന്നെ നിന്റെ ഉപ്പയും എൻ്റെ ഡാഡിയും നമ്മുടെ കാര്യം സംസാരിച്ചെന്ന് മെഹറിൻ പറയുമ്പോൾ എന്ത് കാര്യമെന്ന് ഷാമീർ ചോദിക്കുന്നുണ്ട്. അത് സർപ്രൈസ് ആണ്, നീ തന്നെ കണ്ടുപിടിച്ചാൽ മതി എന്ന് മെഹറിൻ പറയുന്നുണ്ട്. അതേസമയം ഷാമീറിന്റെ ആ ചെറിയ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് ഫറാസിന് അത് കൊടുത്തിട്ട് ഡ്രൈവർക്ക് കൊടുക്കാൻ പറയുന്നു. ഇനി ഒരിക്കലും ഡ്രൈവിംഗിന്റെ ഇടയ്ക്ക് ഫോൺ വിളിക്കരുതെന്നും പറയാൻ പറയുമ്പോൾ ഫറാസ് ഒന്ന് ആക്കിയിട്ട് ചോദിക്കുന്നുണ്ട് പാവപ്പെട്ട മനുഷ്യനല്ലേ മാപ്പ് കൊടുക്കുന്നു, ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയാൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഷാമീർ പറയുമ്പോൾ മെഹറിൻ അങ്ങനെയൊന്നും പറയല്ലേ ഷാമീർ എന്ന് പറയുമ്പോൾ ഫറാസിന് ചിരി വരുന്നു. മെഹറിൻ ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ നർഗീസ് സുലൈമാനോട് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ രാത്രി ഒരു പോള കണ്ണടിച്ചിട്ടില്ല, കണ്ണൊന്നടയ്ക്കുമ്പോൾ നമ്മുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ആത്മാവ് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് എന്തിനാ നീ ബായിയുടെ മനസ്സ് വേദനിപ്പിക്കുന്നതെന്ന്. എന്നോട് ക്ഷമിക്കണം ബായി, ഞാൻ ഇനി എൻ്റെ ബായിയുടെ മനസ്സ് വേദനിപ്പിക്കില്ല എന്നും പറഞ്ഞ് അവർ കരയാൻ തുടങ്ങിയതും സുലൈമാൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല എന്ന് പറയുന്നു. മതി, കരച്ചിൽ നേരത്തെ ഒരു ദുസ്വപ്നം കണ്ടതാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് സഫിയ പറയുമ്പോൾ അവർ സഫിയോട് നീ എന്നോട് ക്ഷമിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സഫിയ ഒന്ന് പുഞ്ചിരിക്കുന്നു. ഷിബ്രയോട് നർഗീസ് മാപ്പ് ചോദിക്കുമ്പോൾ ഷിബ്ര ചോദിക്കുന്നുണ്ട് ഞാനിന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു, അപ്പോൾ വീട് ലോക്കായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ സുലൈമാൻ നർഗീസിനോട് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർക്കതിനൊരു മറുപടി കിട്ടാതെ എന്ത് പറയണമെന്നറിയാതെ അവർ സുഹൈബിനോട് എന്തിനാ വീട് ലോക്കാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പേടിച്ചോണ്ട് ഉമ്മാനെ ദുആ സെന്ററിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നെന്ന് കള്ളം പറയുന്നു. അവിടുന്ന് നേരെ ഞാൻ ഇങ്ങോട്ട് വന്നതാ നിങ്ങളോടൊക്കെ മാപ്പ് പറയാനെന്ന് അവർ പറയുമ്പോൾ സുലൈമാൻ സുഖിയനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ, വിഷമിക്കേണ്ട, എല്ലാം ശരിയാവുന്നു.
അതെ, ശരിയാ ഉപ്പ പറഞ്ഞത്. പക്ഷെ എല്ലാം ശരിയാക്കാൻ നിങ്ങളും കുറച്ച് എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ നന്നായെന്ന് സുഖേന പറഞ്ഞതും സുലൈമാൻ ആകെ വിഷമാവുന്നു. ഷിബ്രക്കും വിഷമാവുന്നു. ഇവിടെ ദാവൂദ് പറയുന്നുണ്ട്, നീ വന്നിട്ട് 24 മണിക്കൂർ പോലും ആയില്ലല്ലോ, അപ്പോഴേക്കും നീ പോവാണോ ഷമീർ? ഇപ്പോൾ എനിക്ക് പോയേ പറ്റൂ, എന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് നെക്സ്റ്റ് ഇയർ ഇലക്ഷനിൽ മത്സരിക്കണം എന്ന് ഷമീർ പറയുന്നു. അപ്പോഴേക്കും അവന്റെ ആ ചെറിയ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇതേതാ ഈ ഫോൺ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഡ്രൈവറുടേതാണെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. ഷിബ്ര ആയിരുന്നു വിളിച്ചത്. എടുത്ത ഉടൻ നീ എവിടെയാ ഫസൽ ബക്ഷ്, എത്ര തവണയായിട്ട് വിളിക്കണം നമ്മൾ പറയുമ്പോൾ ഞാൻ മുർഷിദ് സായിന്റെ അടുത്താണെന്ന് അവൻ പറയുന്നു. ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇന്ന് ആന്റി വന്നിരുന്നെന്നും കരഞ്ഞ് എല്ലാവരോടും മാപ്പ് പറഞ്ഞെന്നും ഇതിനെല്ലാത്തിനും കാരണം താനാണ് ഫസൽ ബക്ഷ് എന്നും പറഞ്ഞ് അവൾ അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നാ, ഞാൻ എന്റെ ഗ്രാമത്തിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ എന്ന് ഷമീർ പറയുമ്പോൾ ഷിബ്ര പറയുന്നുണ്ട്, ഉപ്പ പറഞ്ഞത് ശരിയാ, താനൊരു പണ്ഡിതനാണെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല ഷിബ്ര, നീ എന്തൊക്കെയായി പറയുന്നതെന്ന്. ശരി, പെട്ടെന്ന് എനിക്കൊന്ന് കാണണമെന്ന് ഷിബ്ര പറയുമ്പോൾ ഷമീർ പറയുന്നുണ്ട്, ഞാൻ വരാം, എന്നിട്ട് നമുക്ക് പാവങ്ങളുടെ ചായക്കടയിൽ വെച്ച് കാണാമെന്ന് പറയുമ്പോൾ ഷിബ്ര ചോദിക്കുന്നുണ്ട്, അത് ഏത് ചായക്കടയാന്ന്? നീ അന്ന് വന്നില്ലേ ആ ചായക്കട എന്ന് ഷമീർ പറയുമ്പോൾ ഷിബ്ര ചോദിക്കുന്നുണ്ട്, നിന്റെ പ്രണയത്തെക്കുറിച്ച് ആലോചിക്കുന്ന സ്ഥലം, ആ പ്രണയത്തിലേക്ക് എത്തിച്ചേരാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ഷിബ്ര പറയുമ്പോൾ ഷമീർ പറയുന്നുണ്ട്, ഏകദേശം അതിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന്. ഓക്കെ ഫസൽ ബക്ഷ്, നമുക്ക് രാവിലെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഷിബ്ര ഫോൺ വെക്കുന്നു. ഷമീർ ഫോൺ വെച്ച് തിരിഞ്ഞതും അവിടെ തന്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ഫറായെ കാണുന്നു. അവനെന്ന് അവരെ സംശയത്തോടെ നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. എന്തോ സൗണ്ട് കേട്ടിട്ട് പേടിച്ചിട്ട് നർഗീസ് വന്നിട്ട് ആരാന്നൊക്കെ ചോദിച്ചിട്ട് വരുമ്പോഴേക്കും ബാക്കിൽ സുഹൈബ് വന്ന് വിളിച്ചതും അവരാകെ പേടിക്കുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നെന്ന് അവൻ പറയുമ്പോൾ ഡോറൊക്കെ ഫുൾ അടിച്ചിട്ടില്ലെന്ന് അവർ പേടിയോടെ ചോദിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ സുഹൈബ് അവരെ വിളിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നിങ്ങളെ രണ്ടുപേരുടെയും കല്യാണം നടത്തണം, എന്നിട്ട് മതി എനിക്ക് ഫുഡൊക്കെ. സുഖൈനെ കല്യാണം കഴിക്കാതെ നിൽക്കുന്നതുകൊണ്ടാണ് ഷാമിർ സാബിന്റെ കല്യാണം നടക്കാത്തെന്നല്ലേ പറയുന്നത്. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണമെന്ന് നർഗീസ് പറയുമ്പോൾ സുഹൈബ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല സുഖൈനയുടെ കുടുംബത്തിൽ ഇത്രയും വലിയ ആളുകളൊക്കെ ഉണ്ടോന്ന്. രാവിലെ തന്നെ ഷിബ്രക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ചായക്കടയിൽ ഇരുന്ന് ഉറങ്ങുകയാണ് ഷമീർ. ഷിബ്ര അങ്ങോട്ട് വന്നപ്പോൾ അവൻ ഉറങ്ങുന്നത് കണ്ടിട്ട് അവൾ പോകാൻ ഒരുങ്ങിയതും അവനെ എണ്ണീറ്റിട്ട് അവളോട് എപ്പോഴാ വന്നെന്ന് ചോദിക്കുന്നു. ഞാനിപ്പോ നീ ഉറങ്ങുമ്പോൾ വന്നു. നീ എപ്പോഴും നാട്ടിൽ നിന്ന് എത്തിയെന്ന് ഷിബ്ര ചോദിക്കുമ്പോൾ ഞാൻ രാത്രിയെ എത്തിയിരുന്നു, രാത്രി ഫുൾ ബസ്സിലായിരുന്നെന്നും രാത്രി ആയതുകൊണ്ട് ഒരു രസവും ഉണ്ടായിരുന്നില്ല എന്നവൻ പറയുമ്പോൾ ഷിബ്ര ചോദിക്കുന്നുണ്ട്, നിനക്ക് നക്ഷത്രങ്ങളൊന്നും ഇഷ്ടമല്ലേന്ന്. എനിക്കിഷ്ടമല്ല എന്നവൻ പറയുമ്പോൾ അപ്പോൾ സൂര്യനെ ഇഷ്ടമാണെന്ന് അവൾ ചോദിക്കുന്നു. ഷാമീർ പറയുന്നുണ്ട്, നിനക്കറിയോ സൂര്യൻ അതിന്റെ പ്രകാശം കൊണ്ട് ഇവിടേക്ക് എന്ത് മനോഹരമാക്കുന്നുണ്ട്. നിനക്കെന്താ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ എനിക്കിഷ്ടം ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമാണ്, എന്ത് ഭംഗിയാ അതിനെ കാണാൻ. നിനക്കെന്താ ആർക്കും ഇഷ്ടമില്ലാത്ത സൂര്യനെ ഇഷ്ടം എന്ന് അവൾ ചോദിക്കുമ്പോൾ ഷാമീർ പറയുന്നുണ്ട്, എന്താ ഇഷ്ടപ്പെട്ടാൽ സ്വയം കത്തിയെരിഞ്ഞുകൊണ്ടാണ് അത് നമുക്ക് വേണ്ടി പ്രകാശം തരുന്നത്. ഇത് കേട്ടതും അവൾ അവനെ തന്നെ നോക്കിയിരിക്കുന്നു. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ഷാമീർ ചോദിക്കുമ്പോൾ അവൾ അവനോട് പറയുന്നുണ്ട്, നീ വളരെ നല്ലവനാ ഫസൽ ബക്ഷ്, ഐ റിയലി ലൈക്ക് യു ആൻഡ് റെസ്പെക്ട് യു. അവൾ പറഞ്ഞതും അവനാകെ ഷൈ ആയിക്കൊണ്ട് അവളോട് സെയിം ഐ ഓൾസോ ടു മച്ച് ലൈക്ക് യു എന്ന് പറഞ്ഞതും ഷിബ്ര ചിരിക്കുന്നു. പിന്നെയും കുറെ സമയം അവരവിടെ സ്പെൻഡ് ചെയ്യുന്നു. ഓഫീസിലേക്ക് വന്നതും സുലൈമാൻ ഷമീറിനെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നു. നീ കാരണമാണ് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയെന്ന് അയാൾ പറയുമ്പോൾ ഞാനല്ല സാർ, മുർഷിദ് സായിയുടെ പ്രാർത്ഥന കാരണമാണ് എല്ലാം ശരിയായത്. സുലൈമാനെ കസേരയിലിരുത്തിയിട്ട് അവനവിടെ നിലത്തിരുന്നതും അയാൾ അവനോട് എഴുന്നേൽക്കാൻ പറയുന്നതും ഞാനിവിടെ ഇരുന്നോളാം, ഇവിടെ ഇരിക്കാനാ സുഖമെന്നും പറഞ്ഞവൻ കോമഡിയൊക്കെ കാണിക്കുന്നു. ശരി, നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് സുലൈമാൻ ചോദിക്കുമ്പോൾ ഇല്ല സാർ, എന്താ അങ്ങനെ ചോദിച്ചെന്ന് ഷമീർ ചോദിക്കുന്നുണ്ട്. അല്ല, മുനവർ പറഞ്ഞു നിന്റെ അമ്മായി അപ്പനൊരു ക്രൂരനാണ്. സുലൈമാൻ ചോദിച്ചതും അല്ല സാർ, നല്ലവനാണെന്ന് അവൻ പറയുമ്പോൾ അപ്പോൾ താനല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന്, പിന്നെ എങ്ങനെയാ അമ്മായി അപ്പൻ ഉണ്ടാവുന്നതെന്ന് അയാൾ ചോദിച്ചതും കല്യാണം കഴിച്ചിട്ടില്ല സാർ, ഞാൻ ഇഷ്ടപ്പെടുന്ന കുട്ടീൻ്റെ ഉപ്പയെ കുറിച്ചിട്ടാ പറഞ്ഞതെന്ന് അവൻ പറയുമ്പോൾ ഓ അത് ശരി, നീ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവളുടെ ഉപ്പ നിങ്ങളുടെ ബന്ധത്തിന് സമ്മതിക്കുന്നില്ല അല്ലേ? നീ പേടിക്കണ്ട, ഞാൻ വന്ന് അദ്ദേഹത്തോട് സംസാരിക്കാന്ന് പറഞ്ഞതും ഷമീർ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ശരിയെന്ന് പറയുന്നു. സുലൈമാൻ വൈകിട്ട് വീട്ടിലേക്ക് വരണമെന്നും സഫിയയും സുഖേനയും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്നും പറഞ്ഞപ്പോൾ ശരി സാർ, ഞാൻ വരാമെന്നും പറഞ്ഞവൻ അവിടെ നിന്നും പോകുന്നു. അബ്ദുറഹ്മാൻ മുനവറിനെ ലഞ്ച് കഴിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് ജോലിയുണ്ട്, ഞാൻ പിന്നെ കഴിക്കാമെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്കറിയാം ആരുടെ ജോലിയാണെന്നും എന്ന്. അപ്പോഴേക്കും ഷാമീർ അങ്ങോട്ട് വന്നിട്ട് മുനവറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ എൻ്റെ അമ്മായി അപ്പനെ പറ്റി സാറിനോട് പറഞ്ഞതെന്ന്. അതേ, ഞാനാണെന്ന് അയാൾ പറയുമ്പോൾ ഷാമീർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാറിനോട് പറയാൻ പാടുണ്ടോ, ആകെ നാണക്കേടായി സാർ എന്നോടത് ചോദിച്ചപ്പോൾ എന്ന് ഷമീർ പറഞ്ഞപ്പോൾ മുനവർ പറയുന്നുണ്ട്, നിന്റെ അമ്മായി അപ്പൻ ആരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി, സുലൈമാൻ സാറല്ലേ, അയാളുടെ മകളെയല്ലേ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യ ഷമീർ ഒന്ന് ഞെട്ടിയെങ്കിലും നിങ്ങൾക്കെന്താ ഭ്രാന്തായെന്ന് അവൻ ചോദിച്ചതും മുനവർ പറയുന്നുണ്ട്, എനിക്കത് അന്നേ മനസ്സിലായതാ, നീ അന്ന് ഫോണിൽ സംസാരിച്ച കുട്ടിയുടെ പേര് ഷിബ്രാൻ, സുലൈമാൻ സാറിന്റെ മകളുടെ പേരും ഷിബ്രാൻ തന്നെയാ. ഇത്രയൊക്കെ ആയതും ഷാമീർ കുറച്ച് പൈസ അയാൾക്ക് കൊടുത്തിട്ട് ആരോട് ഈ കാര്യം പറയരുതെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അയാൾ ആ പണം തിരിച്ചു കൊടുത്തിട്ട് എനിക്കിതൊന്നും വേണ്ട, നിനക്ക് വേണ്ടി നിന്റെ ലവ് സ്റ്റോറി സക്സസ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്നും നല്ലൊരു സമയത്ത് വരുമ്പോൾ ഞാൻ തന്നെ നിങ്ങളുടെ കാര്യം സുലൈമാൻ സാറിനോട് പറയാമെന്നും മുനവർ പറഞ്ഞതും വേണ്ട പറയണ്ടെന്നും പറഞ്ഞവൻ അയാൾക്ക് നേരെ കൈക്കൂപ്പുന്നു. ഹാറൂൺ മിഡിൽ ഈസ്റ്റിൽ പോയി വന്ന സന്തോഷത്തിലാണ് മെഹ്റീൻ. എന്നാൽ ഷാമീറിന് വേണ്ടി എൻഗേജ്മെന്റ് റിംഗ് കൊണ്ടാണ് അയാൾ വന്നിരിക്കുന്നത്. അതവൾക്ക് ഇരട്ടി സന്തോഷമേകുന്നു. അവൾ ആകെ സർപ്രൈസ്ഡ് ആകുന്നു. പച്ചക്കറി വിൽക്കുവാണ് റിയൽ ഫസൽ ബക്ഷ്.
അപ്പുറത്തെ കടയിൽ കയറി ഒരു പച്ചക്കറിക്കാരനോട് വിലപേശുന്ന ഷിബ്രയെയും അവളുടെ അടുത്ത് നിൽക്കുന്ന ഷാമീറിനെയും അയാൾ കാണുന്നു. ഷാമീർ അയാളെ കണ്ടതും അയാളുടെ അടുത്തേക്ക് വന്നിട്ട് പൈസ കൊടുത്തിട്ട് അവൻ പറയുന്നുണ്ട് അവൾ എന്ത് ചോദിച്ചാലും വിലപേശാൻ നിൽക്കരുതെന്ന്. അവൾ പറയുന്ന റേറ്റിന് സാധനം കൊടുത്തോണെന്നും അയാൾ സമ്മതിക്കുന്നു. ഷിബ്ര അങ്ങോട്ട് വന്നിട്ട് അവനെ വിളിച്ചിട്ട് പോകാൻ ഒരുങ്ങിയതും ഇവിടെ റേറ്റ് കുറവാണെന്നും പറഞ്ഞിട്ട് അവളെ പിടിച്ചു നിർത്തുന്നു. ഓരോ സാധനത്തിനും ഷാമീർ പറയുന്ന റേറ്റിന് അയാൾ വെക്കുന്നു. അപ്പോൾ ഈ ഉള്ളി 2 രൂപക്ക് തരുന്നവൾ ചോദിച്ചതും അല്ല 5 രൂപ അല്ലേന്ന് ഷാമീർ അയാളോട് ചോദിക്കുന്നു. അതേസമയം അവൾ ഷാമീറിനെ ഫസൽ ബക്ഷ് എന്ന് വിളിച്ചതും അയാൾ ഫസൽ ബക്ഷ് വിളി കേൾക്കുന്നു. അപ്പോൾ ഷാമീർ അയാളോട് നിങ്ങളെയല്ല എന്നെയാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ അയാൾ പെട്ടെന്ന് പേര് മാറ്റി തൻ്റെ പേര് ഖുദാ ബക്ഷ് ആണെന്നും സ്നേഹമുള്ളവർ ഖുദുന്നും ദേഷ്യമുള്ളവർ ഖുദു എന്ന് വിളിക്കുന്നു പറയുന്നു. എന്നാൽ ഷിബ്ര അവിടെ നിന്നും പോകുന്നു. ഷാമീർ അവൻ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിയിട്ട് അവളുടെ കൂടെ പോകുന്നു. രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്തുകൊണ്ട് വരുന്ന ഷാമീർ കാണുന്നത് താഴെ ഊഞ്ഞാലിൽ കിടന്ന് ബുക്ക് വായിക്കുന്ന ഷിബ്രയാണ്. അവൻ അവളെ അങ്ങനെ തന്നെ നോക്കിയിരിക്കുന്നു. അതേസമയം ഷിബ്രയും അവനെ കാണുന്നു. ഷാമീർ ആകെ വല്ലാതാകുന്നു. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് ഹൈപ്പ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. താങ്ക്